ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാരും ചായക്ക് കുടിച്ചോ? പോയോ? കിറ്റൊക്കെ എടുത്തോ? ചോറൊക്കെ എടുത്തോ? വെള്ളം എടുത്തോ? ചൂടുവെള്ളം തന്നെ കഴിക്കണേ എല്ലാരും. ഇതൊക്കെ എനിക്ക് പറയാൻ മറക്കണം. നമ്മളെ കഥ കാരണം ഞാൻ പറയാൻ മറന്നാലും നിങ്ങളെ വീട്ടിലെ അമ്മമാര് നിങ്ങൾക്ക് ചൂടുവെള്ളം തന്നെയായിരിക്കും തന്നിണ്ടാവും. പക്ഷെങ്കിലും എന്നാലും നമ്മൾ പറയണം, നമ്മളെ കുഞ്ഞുങ്ങളെ പോലെ പറയണം. അപ്പം എല്ലാവരും നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് പഠിക്കുക, ജോലി ചെയ്യുന്നവർ നന്നായിട്ട് ജോലി ചെയ്യുക, എല്ലാവരുടെ അടുത്തും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പെരുമാറുക. എനിക്കിപ്പോൾ ഇച്ചിരി ഹാപ്പിനെസ് ഒക്കെ കുറവാണ്, എന്താ അറിയില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതിനെ കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് തന്നെയാണ്. ഞാൻ അടുത്ത പരിലൊന്നും പോയിരിക്കാറില്ല, ആരടുത്ത് അങ്ങനെ സംസാരിക്കാറില്ല. ആകെ സംസാരിക്കുക നമ്മളെ ഏട്ടൻ്റെ മോളുടെ അടുത്ത്, മക്കളുടെ അടുത്ത്, ഇവിടെ നികീൻ്റെ അമ്മേൻ്റെ അടുത്ത്, പിന്നെ നമ്മളെ സ്വർണ്ണേച്ചിൻ്റെ അടുത്ത്. സ്വർണ്ണേച്ചി വർക്കിന് പോകുന്നതാണ്, എപ്പോഴെങ്കിലും ഇപ്പോൾ കാണുള്ളൂ. ഓണക്കായിട്ട് വേണ്ടതിന് ഇന്നലെ നമുക്ക് വൈകുന്നേരം അച്ചപ്പം അവിടെ തന്നിട്ട് പോയി. നല്ല അച്ചപ്പെട്ടോ, സ്വർണ്ണേച്ചിക്ക് ഫ്രണ്ട്സ് ആരോ കൊടുത്തതെന്ന് തോന്നുന്നു. നല്ല സൂപ്പർ അച്ചപ്പാണ്. അവരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സ്വർണ്ണേച്ചിനെ ഇന്ന് കണ്ടിട്ട് പറയണ വെച്ചിന് കണ്ടില്ല. അവൾ പോണ സമയത്ത് ഇന്ന് ഞാൻ കിടന്നിട്ടൊന്നുമില്ല. രാവിലെ വൈകുന്നേരം ഞാൻ കിടക്കും. അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം പിന്നെ എന്തൊക്കെയാ, എല്ലാവരും സുഖമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ഒക്കെ ഒന്ന് തന്നെ നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളോട് കഥ പറയാൻ വന്ന്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ മെനയാന്ന് പറഞ്ഞ കഥ തന്നെ ബാക്കിയുള്ളവരൊക്കെ കാണാണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കാണട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. പിന്നെ അതുമല്ല, നമ്മൾ കഥ കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മൾ ഒരു ദിവസം വിട്ടിട്ട് നമുക്ക് പറഞ്ഞാൽ നന്നാവും. ഓക്കെ, അപ്പം കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെ. കാരണം വെച്ചാൽ ഞാൻ ഒരു പേജ് എടുത്താൽ 1.5 പേജ് എടുത്താൽ ഒരു എപ്പിസോഡിനുണ്ടാവും. അത്രയ്ക്ക് ഒരാഴ്ച എഴുതി വെച്ചിരിക്കുന്നു. ഫസ്റ്റിൽ അതൊന്നല്ല, ഒരു 10 പേജ് പറഞ്ഞാലും നമ്മൾക്ക് ഒരു 10 മിനിറ്റ് ആവില്ല, 15 മിനിറ്റ് ആവില്ല. അപ്പം മെനയാനത്തെ കഥ കുറേ കൂടിപ്പോയി. ഞാൻ കൂടുതലൊന്നും സംസാരിക്കില്ല, നമുക്ക് കഥയിലേക്ക് പോവാം. അപ്പം നമ്മൾ എവിടെ വരെ എത്തി? നമ്മളെ ഹരിയും അവരെല്ലാവരും ചോറ് കഴിക്കാൻ ഇരിക്കുന്നവരെ എത്തി. അങ്ങനെ 3 പേർക്ക് എല്ലാവർക്കും ചോറ് വിളമ്പി, അവർക്ക് 3 പേർക്കും ചോറ് വിളമ്പി. നല്ല സദ്യ കേട്ടോ, നല്ല 2 കൂട്ടം പായസവും, അരിപ്പായസവും, പിന്നെ കടലപ്പായസം എന്ന് പറഞ്ഞാൽ ചെറുപയർ പായസം ആയിരിക്കും ആണ്. അപ്പം നമുക്കത് വലിയ ഇഷ്ടമാണ്. അപ്പം പിന്നെ നമ്മൾ എന്തായാലും അത് എഴുതും. പിന്നെ എല്ലാവിധ ശർക്കരപ്പേരി, വറുത്തപ്പേരി എന്ന് വേണ്ട പഴം, പപ്പടം എല്ലാം, നെയ്യും പരിപ്പ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല സദ്യ വെക്കുന്നവരെ നല്ല സദ്യയായിരുന്നു. അപ്പം ജിഷിയും മനുഷ്യനും നല്ല ആസ്വദിച്ച്, നല്ല രസമുണ്ട്. അങ്ങനെ ഓരോ സംസാരം പറഞ്ഞ അങ്ങനെ നന്നേന്ന് പറഞ്ഞുകൊണ്ട് ജിഷപ്പൻ ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ കഴിക്കണം. അരി മാത്രം ഒന്നും മിണ്ടുന്നില്ല. ചോറ് കുഴക്കിന് ഒരു വായടന്. 3 വായ്ക്ക് ഇട്ടാൽ ഒരു വായടന്. അപ്പം ജിഷപ്പനെ കുറച്ച് വാരി തിന്നു കഴിഞ്ഞപ്പോൾ ഹരിനെ നോക്കി. അപ്പം ജിഷയ്ക്കോ, ഹരിയേട്ടൻ്റെ പുക എന്താ ഒരു കടന്നല്ലേ കുത്തിയ പോലെ ഇരിക്കുന്നത്. അത് പറഞ്ഞു കേട്ടോ. പെണ്ണല്ലോ പൊട്ടിച്ചിരിക്കും. അപ്പം ഹരി അറിയാം, എടി പെണ്ണേ, ഭക്ഷണം കഴിക്കുമ്പോൾ ചിരിക്കരുത്, തരിപ്പ് പോകുന്നത്. അപ്പം മഞ്ജുവിന് ഉള്ളിലൊരു ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മഞ്ജു വിചാരിക്കാം, നല്ല ചിരിയും സന്തോഷമൊക്കെ അവളെ മനസ്സിൽ നല്ല കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ അവൾ വിചാരിക്കുകയാണ്, എന്നെ ഒരുത്തം നോക്കിയാനുള്ള കലിപ്പാണ് ഇപ്പം ഈ ഇരിക്കണത്. അപ്പം ഈ മനുഷ്യൻ എനിക്ക് കിട്ടിയില്ല, എൻ്റെ ജീവിതം വെറുതെ ആയിപ്പോയി. ഇനി അതൊക്കെ ആലോചിച്ചിട്ടാണ് ഓൾ ആസ്വദിച്ച് കഴിക്കണത്. അപ്പം മറ്റേ ആൾക്ക് ആസ്വദിക്കാനൊന്നും കഴിയണില്ല. അങ്ങനെ ഇവളത് പറഞ്ഞിട്ടൊക്കെ ഇവൻ്റെ മാത്രം നീങ്ങുന്നില്ല ചോറ്. ജിഷപ്പന് കുറേ അങ്ങോട്ട് വേം വരുത്തുന്ന് പായസം കുടിച്ച്. അപ്പം പിന്നെ എനിക്ക് ഇനിയും പായസം വേണ്ടി. അപ്പം മഞ്ജു പറഞ്ഞ എൻ്റെ അടുത്തോ? വേണ്ട ചേച്ചി, അമ്മൻ്റെ അടുത്ത് പായസം ഉണ്ട്, ഞാനിത് വേഗം തിന്ന്. അമ്മൻ്റെ അടുത്ത് പോയി, അമ്മയ്ക്ക് പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല, ഷുഗറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പോയി കഴിക്കാൻ തന്നെ. അവൾ വേഗം അങ്ങോട്ട് കഴിച്ചിട്ട് അമ്മൻ്റെ അടുത്തേക്ക് പോയി. അപ്പം ഒരത്തേക്ക് അപ്പോൾ ഇവളെ ചോറൊക്കെ കഴിച്ച് തീരാനായിരിക്കണം മനുഷ്യൻ. അപ്പോൾ അവളെ ഹരി നിൽക്കുക. അപ്പോൾ ഓളമത്തേക്ക് എന്തായിരിക്കും? അപ്പോൾ എന്താ ഹരി, ചോറ് തീരെ കഴിച്ചില്ലല്ലോ, ചോറ് തീരെ നീങ്ങിയില്ലല്ലോ. അപ്പോൾ അവൻ പറയും, എന്താ അറിയില്ല, എനിക്ക് ചോറ് തിന്നിട്ട് പോണില്ല എന്നറിയാം. അപ്പോൾ ഓളറിയാം, അതിന് മാത്രം ഇപ്പം എന്താ നടന്ന ഹരി? അവന് അപ്പതാ ചൂടായിട്ട് അവൻ പറയണേ, എന്താ നടന്നെന്നോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിന്നെപ്പോലെ ഇങ്ങനെ നിസ്സാരാക്കിയിട്ടാണ് ആ നല്ലൊരു സുന്ദരമായൊരു മുഖം, എന്താ വെച്ചാൽ അത്രയും സുന്ദരമായൊരു അമ്മേനെ നിനക്ക് നഷ്ടമായത്, അത് നീ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കും. അവൾ കുറച്ചു നേരം ഇങ്ങനെ സ്റ്റക്കായി പോയ. അപ്പോൾ ഓള് ചോദിക്കും,
ഹരി എൻ്റെ അമ്മേനെ കണ്ടിഞ്ഞു. അപ്പോൾ പറയും, എനിക്ക് കണ്ടതായൊരു ഓർമ്മ ഉണ്ട്. എൻ്റെ എല്ലാവരും പറഞ്ഞ് ആ മുഖം മുഴുവൻ എൻ്റെ മനസ്സിലുണ്ട്. ആ മനസ്സിന് എനിക്ക് പോണില്ല എന്ന് പറയും. അമ്മച്ചി പറഞ്ഞാണ് നിന്റെ അമ്മ കൂടെ ഇല്ലാതായിപ്പോയത് അതുകൊണ്ടാണ്. അപ്പോൾ ചോദിക്കും, എന്താ ഹരി ഇങ്ങനെ പറയണത്? എൻ്റെ ഡാഡിയുടെ കുറ്റം കൊണ്ടാണ് എൻ്റെ മമ്മി മരിച്ചത് നിന്ന് ആണോ? അപ്പം പറയും, എന്ന് ഞാൻ പറഞ്ഞില്ല, ഡോക്ടർ ശ്രദ്ധക്കുറവ് കൊണ്ട് ആണ്. മമ്മി വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അവൻ്റെ നോട്ടം ശരിയില്ല എന്ന് പറഞ്ഞില്ലേ, നിന്നെപ്പോലെ നിസ്സാരമാക്കി കണ്ടതുകൊണ്ടല്ലേ മമ്മീനെ അങ്ങോട്ട് കൊണ്ടുപോയത് കൊണ്ടല്ലേ ഇങ്ങനെ നടന്നത്. അതുകൊണ്ടല്ലേ ഡാഡിക്ക് ഈ ജീവിതകാലം മുഴുവനും വേദന തിന്ന് ജീവിക്കേണ്ടി വന്നതും. പക്ഷെ ഈ ഹരി അങ്ങനെയല്ല. ഈ ഭൂമിയിൽ എൻ്റെ ജീവൻ പോയാലും നിന്റെ ജീവൻ ഞാൻ നിലനിർത്തിയിരിക്കും. അതാണ് ഈ ഹരി എന്ന് പറഞ്ഞിട്ട് അവിടെ കുടിക്കാൻ വെച്ച വെള്ളം ഒരൊറ്റ കുടിച്ചിട്ട് എണീക്കില്ല. പിന്നെ കുറച്ച് നേരത്തേക്ക് രണ്ടാളും ഒന്നും മിണ്ടാണ്ടിരുന്ന് മഞ്ജു ഇലയിലേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അപ്പോൾ ഹരി മഞ്ജുവിനെ നോക്കി, എന്നിട്ട് മഞ്ജു എന്ന് വിളിക്കും. അപ്പോൾ അവൾ നോക്കും. അപ്പോൾ അവളെ കണ്ണിന്നിങ്ങനെ തുളുമ്പി വിൽക്കുന്ന കണ്ണീര്. അപ്പോൾ അവൻ ചോദിക്കും, എന്താ ഒന്നും മിണ്ടാത്തേന്ന്? കൽപ്പം അറിയില്ല കേട്ടോ ആളെ. അപ്പോൾ അറിയാം, ഞാൻ ഹരീൻ്റെ മുഖം മാറി മാറി വരുന്നത് ഞാൻ നോക്കി കാണുകയാണ്. അപ്പടി ഓൻ ചോദിക്കും, എന്താ വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? അയ്യോ അങ്ങനെ പറയില്ല പൊന്നെ, ഈ ഓരോ നിറമാറ്റും എനിക്ക് ഇയാളോടുള്ള ഇഷ്ടം കൂടി വരികയാണെന്നറിയാം. അപ്പം ആ മുഖം ഒന്ന് തെളിയെ കാർമേകൊക്കെ അല്ല അത് പറയുന്നത് പിന്നെ പറയാം. ഒന്ന് രക്തപ്രസാദം എല്ലാം ഇങ്ങനെ തിരിച്ചു വന്നു അവൻ്റെ മുഖത്തേക്ക്. അപ്പോൾ അവൻ പറയും, എല്ലാവരും നീറ്റ്, ഇനി നമുക്ക് നീക്കാം. അപ്പോൾ അവളറിയാം, ഇപ്പം പിന്നെ കാർമേഘെല്ലാം പോയി മാനം തെളിഞ്ഞല്ലോ എന്നറിയാം. അപ്പോൾ അവളും ഒന്ന് ചിരിക്കും, അവനൊന്ന് ചിരിക്കും. അങ്ങനെ രണ്ടുപേരും എണീറ്റിട്ട് കൈ കഴുകാൻ പോവാം. രണ്ടാളും കൈ കഴുകും. കഴുകുന്നതിൻ്റെ ഉള്ളിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കും, ഹരി അപ്പം വയൽ വെള്ളമായിരിക്കും ചോദിക്കും, ഹരിക്ക് എന്ത് തരം സ്നേഹം എന്നോട്? അപ്പം പറയും, ഭ്രാന്തമായ സ്നേഹം. അപ്പോഴേക്കും ഭ്രാന്തുണ്ടോയെന്ന് വയ്ക്കും. അപ്പം പറയും, വയലെ വെള്ളം തുപ്പിയിട്ട് പറയും, കുറച്ചുണ്ട്, നീ എന്നെ ഭ്രാന്ത് എന്ന് പറയും. അപ്പോൾ ചോദിക്കും, എന്താ പേടിയുണ്ടോയെന്ന്? അപ്പോൾ അറിയാം, പേടിയൊന്നുമില്ല, എനിക്ക് ഈ നട്ടഭ്രാന്തനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയും. അപ്പോൾ രണ്ടാളും നല്ല സന്തോഷത്തോടെ ചിരിക്കട്ടെ. രണ്ടാളെ ദുഃഖങ്ങളും മാറി, ഹരിയായി മാറി. ഹരിക്ക് അടക്കം അന്യൻ്റെ സ്വഭാവം ഉണ്ട്. അവന് അങ്ങനെ ഞാൻ കണ്ണട എടുക്കില്ല, ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ പോകും. എന്നാലും ഇന്ന് വായിക്കാൻ പറ്റിയില്ല എന്ന് എന്താ അറിയില്ല. അപ്പോൾ എന്തോ ഒരു തരം, അയ്യോ ഞാൻ നേരെ വിളിക്കണില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ തുറന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വായിക്കണത്. അപ്പോൾ പിന്നെ അവർ കൈ കഴുകി അതൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ എന്ത് ചെയ്യും, കൈ കഴുകി ഇങ്ങനെ വീശി വെള്ളം പൊക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. ആരും അവരെ നോക്കില്ല എന്ന് കണ്ട പടന്നോ എന്ത് ചെയ്യുന്ന പറയാം, വേഗം മുണ്ടാണീൻ്റെ ഇങ്ങനെ ഇടുന്ന മുണ്ടാണീൻ്റെ തലപ്പുണ്ടല്ലോ, അത് എടുത്ത് കണ്ട് മുഖം വേഗം തുടച്ച് കൈ തുടക്കിയപ്പോൾ അയ്യോ എൻ്റെ പുതിയ സാരി. അപ്പം പറയാം, നിൻ്റെ ഒരു പുതിയ സാരി 100 വേണം, ഞാൻ ഷോപ്പിൽ നിന്ന് ഇപ്പം വരുത്തുന്നറിയും ചിരിച്ചും കൊണ്ട്. അപ്പോൾ പറയാം, ഹാവു മുഖം ഒന്ന് തെളിഞ്ഞല്ലോ, എനിക്ക് നല്ല സന്തോഷമായി, മുഖം ഒന്ന് തെളിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവളും ചിരിക്കും. അപ്പോൾ അവൻ പറയും, ഇതിലും തെളിയാൻ ഒരു വഴിയും കൂടി ഉണ്ട്. അതെന്താണാവോ? ഇന്ന് നീ ഇവിടുന്ന് പോകുന്നതിൻ്റെ ഇടയിൽ നിൻ്റെ മടിയിൽ തല വെച്ച് എനിക്കൊന്ന് കണ്ണടച്ച് കിടക്കണമെന്ന്. അപ്പോൾ പറയും, അയ്യോ അത് പറ്റില്ല. അതെന്താ? കണ്ണടച്ച് കിടക്കണവരെ നിൻ്റെ മടിയിൽ കിടക്കണ്ട, കണ്ണ് തുറന്ന് എന്നെ നോക്കിയെങ്കിൽ മാത്രം എൻ്റെ മടിയിൽ കിടന്നാൽ മതി. അപ്പോഴേക്ക് ചിശ ഓടി വന്നിട്ട് പറയും, അല്ല കുട്ടികളെ നിങ്ങൾ എന്താക്കുകയാണ്, ചോറ് തിന്നിട്ട് ഞാൻ ഏതോ നേരം ചോറ് തിന്നു, ഇത് നിങ്ങളെ കാത്തുക്കണം. അപ്പോൾ അവൻ പറയും, എടി എപ്പോഴും ഞങ്ങളെ സ്വർഗത്തിലെ കട്ടുറുമ്പാണല്ലോ എന്ന്. അപ്പോൾ പറയും, കട്ടുറുമ്പാണ്, എത്ര പ്രാവശ്യം കട്ടുറുമ്പ് വഴി മാറിത്തരുന്നതിനൊക്കെ ഒരു കണക്കില്ല. അതൊക്കെയാണ് ജമാലും മനോജൊക്കെ പോകണമെന്ന് അറിയണം. അപ്പം എന്തേലൊക്കെ അത് പൊളിച്ച് റെഡിയാക്കി വെച്ചിക്കണം, അതൊന്നും കണ്ടില്ല. എത്ര നേരമായി കൈ മുഖം തുടയ്ക്കണം എന്നറിയാം. അപ്പം പറയും, ശരി എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാളും കൂടി അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് ഞാൻ കഥ
ഇവിടെ ഇന്നത്തെ കഥ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇന്നലെ മിനിയാന്ന് പറഞ്ഞത് 25 മിനിറ്റ് ആയിപ്പോയി. കുറേ ലെങ്ത് വീഡിയോ. ഇപ്പോൾ ലെങ്ത് വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് കണ്ടിട്ട് പോകണ്ട നമ്മളെ കഥ. അപ്പം നമുക്ക് അടിപൊളി എപ്പിസോഡുമായിട്ട് നാളെ വരും വയ്ക്കും. നാളെ മറ്റന്നാളെ വരും വയ്ക്കും. വണക്കം, ചാറ്റാ. അപ്പം എല്ലാവർക്കും ശുഭനിദ്ര, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. ഞാൻ പതിരി കിടന്നവർക്കും പച്ച പകല്. സമയം ഇപ്പം എത്ര ചെയ്തറിയാം? സമയം 11:35 നമ്മൾ ചോറായി, കറി, പരിപ്പും വെള്ളരി കറി വെച്ച് നമ്മൾ പിന്നെ പപ്പടം പൊരിച്ച് മോരുണ്ടാക്കും. മോരുണ്ട് ഇവിടെ, ഉപ്പേരിയൊന്നുമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ സദ്യ വട്ടക്കൂട്ടങ്ങൾ. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു എല്ലാം തന്നുകൊണ്ട് ഞാനിതാ കഥ നിർത്തിയിട്ട് പോവാണ്. അധികം വിശേഷമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, കഥ മാത്രമല്ല പറഞ്ഞു. ബാക്കി കഥയുമായിട്ട് നാളെ വരും, ഇല്ലെങ്കിൽ മറ്റന്നാൾ വരും. നമ്മളെ കഥയൊന്ന് നീണ്ടു പോട്ടെ എന്ന് ഒരു ദിവസം വിട്ടിട്ട് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് ഇന്നല്ലേ നാളെ കഥ പറയണ്ടല്ലോ. പിന്നെ ഇത് കുറച്ച് കുഞ്ഞു അക്ഷരങ്ങളായതുകൊണ്ട് കുറച്ചും കൂടി നീളിക്കും. നമ്മളെ എപ്പിസോഡ് കുറയുന്നുള്ളൂ. അപ്പം ഇന്നിട്ടിട്ട് നാളെ ഇട്ടില്ലെങ്കിൽ 1, 2, 3 കുറയുന്നുള്ളൂ. സാരില്ല, നമുക്ക്